നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അന്തരിച്ച നടി ശ്രീദേവിയെ മറക്കാൻ ഇന്നും പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. താരറാണിയായിരുന്ന ശ്രീദേവി അഭിനയ മികവും വശ്യമായ സൗന്ദര്യം കൊണ്ട് സിനിമാ ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതുമല്ല. ബാലതാരമായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീദേവിക്ക് മുതിർന്നപ്പോഴും കൈ നിറയെ അവസരങ്ങൾ ലഭിച്ചു. ബോളിവുഡിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിയായിരുന്നു ശ്രീദേവി. ഹിന്ദി സിനിമാ രംഗത്തേക്ക് കടന്നതോടെ ശ്രീദേവി അടിമുടി മാറി. ഗ്ലാമറസ് താരമായി മാറിയ താരം തുടരെ ഹിറ്റുകളുമായി മുന്നേറി. റൊമാൻസ്, കോമഡി, ആക്ഷൻ തുടങ്ങി എല്ലാ വൈകാരിക തലത്തിലുള്ള കഥാപാത്രങ്ങളെ അനായാസം നടി അവതരിപ്പിച്ചു. സിനിമയേക്കാൾ നാടകീയമാണ് പലപ്പോഴും ശ്രീദേവിയുടെ ജീവിതം മുന്നോട്ട് പോയത്. നിർമ്മാതാവ് ബോണി കപൂറുമായുള്ള നടിയുടെ അടുപ്പവും തുടർന്നുള്ള വിവാഹവും സിനിമാ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ചു. ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് ബോണി ശ്രീദേവിയുമായി അടുക്കുന്നതും. ശ്രീദേവിക്കൊപ്പം ജീവിക്കാൻ ആദ്യ ഭാര്യ മോണ കപൂറുമായുള്ള ബന്ധം ബോണി അവസാനിപ്പിക്കുകയും ചെയ്തു. ശ്രീദേവിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംവിധായകൻ രാം ഗോപാൽ വർമ്മ മുമ്പൊരിക്കൽ പങ്കുവച്ച വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പുറമേ നിന്ന് കാണുന്നത് പോലെ അത്ര സന്തോഷകരമല്ലായിരുന്നു ശ്രീദേവിയുടെ ജീവിതമെന്ന് രാം ഗോപാൽ വർമ്മ അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. പഴയ കാലത്ത് അഭിനേതാക്കൾക്ക് ബ്ലാക്ക് മണിയാണ് ലഭിച്ചിരുന്നത്. ശ്രീദേവിയുടെ അച്ഛൻ ഇൻകം ടാക്സ് റെയ്ഡ് ഭയന്ന് ഈ പണത്തിന്റെ കാര്യത്തിൽ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിശ്വസിച്ചു. എന്നാൽ പിതാവ് മരിച്ചതോടെ എല്ലാവരും ശ്രീദേവിയെ കബളിപ്പിച്ചു. ശ്രീദേവിയുടെ അമ്മയുടെ പിഴവ് മൂലം സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. ഏറെക്കുറെ പണമൊന്നുമില്ലാത്ത സമയത്താണ് ബോണി കപൂർ ശ്രീദേവിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് ബോണിയും വലിയ കടത്തിലാണ്. കരയാൻ ഒരു തോൾ നൽകാൻ മാത്രമാണ് അന്ന് ബോണി കപൂറിന് കഴിയുമായിരുന്നുള്ളൂ. കുട്ടിക്കാലം മുതലേ ക്യാമറയ്ക്ക് മുന്നിലായതിനാൽ സാധാരണ പോലെ അല്ല ശ്രീദേവി വളർന്നത്. മാനസികമായി ഏറെ വിഷമഘട്ടങ്ങൾ ശ്രീദേവിക്കുണ്ടായിരുന്നെന്നും രാം ഗോപാൽ വർമ്മ പറഞ്ഞു. തന്റെ മനസ്സിന്റെ മുന്നിൽ അവർക്ക് മതിലുണ്ടായിരുന്നു. തന്റെ ഉള്ളിൽ എന്താണെന്ന് നടക്കുന്നതെന്ന് ആരും അറിയാതിരിക്കാനാണ് ശ്രീദേവി അന്തർമുഖയായതെന്നും രാം ഗോപാൽ വർമ്മ അന്ന് വാദിച്ചു. അമ്മയുടെ മരണം, സഹോദരിയുമായി ഉണ്ടായ സ്വത്ത് തർക്കം തുടങ്ങിയവ ശ്രീദേവിയെ ബാധിച്ചു. ബോണിയുമായി അടുത്ത ശേഷവും ശ്രീദേവി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയെന്നും രാം ഗോപാൽ വർമ്മ അന്ന് വ്യക്തമാക്കി. ബോണി കപൂറിന്റെ അമ്മ ശ്രീദേവിയെ കുടുംബം തകർത്തവളായി ചിത്രീകരിച്ചു. ഒരിക്കൽ ഹോട്ടലിൽ വെച്ച് ശ്രീദേവിയുടെ വയറിന് ഭർത്തൃമാതാവ് ചവിട്ടിയെന്നും രാംഗോപാൽ വർമ്മ ആരോപിച്ചു. ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയുടെ സമയത്തെ ചെറിയ തിളക്കമൊഴിച്ചാൽ ഈ കാലഘട്ടത്തിൽ ശ്രീദേവി വല്ലാതെ അസന്തുഷ്ടയായിരുന്നെന്നും രാം ഗോപാൽ വർമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ശ്രീദേവിയുടെ മരണത്തിന് ശേഷമാണ് രാം ഗോപാൽ വർമ്മ നടിയെക്കുറിച്ചുള്ള എഴുത്ത് പങ്കുവച്ചത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.